മ്യാൻമറിലെ വമ്പൻ ഭൂചലനത്തിനു ശേഷം ഇപ്പോഴിതാ അമേരിക്കയിൽ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 66 ഇടങ്ങളിലാണ് മ്യാൻമറിൽ ഭൂചലനം ഉണ്ടായത്. 4000-ലേറെ ഔദ്യോഗിക മരണങ്ങൾ മ്യാൻമറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. ഇപ്പോഴിതാ അമേരിക്കയിൽ ഒരു വമ്പൻ കൊടുങ്കാറ്റ് ഉണ്ടായിരിക്കുന്നു. 2 ലക്ഷം വീടുകളാണ് തകർന്നത്, വൈദ്യുതി തടസ്സം അവിടെ നേരിട്ടത് എന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഇതിൽ 6 പേർ മരിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. തെക്കും മിഡ് വെസ്റ്റിലും 2 ദശലക്ഷത്തിലധികം വീടുകളാണ് വൈദ്യുതി തടസ്സമുണ്ടായത്. ശക്തമായ കാറ്റിന്റെയും മഴയുടെയും അകമ്പടിയോടെ ഉണ്ടായ ഡസൻ കണക്കിന് ടൊർണാഡോകൾ അമേരിക്കയുടെ തെക്ക് മധ്യ പടിഞ്ഞാറൻ മേഖലയിൽ ആഞ്ഞടിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 6 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൊടുങ്കാറ്റിൽ 2 ലക്ഷം വീടുകൾക്ക് വൈദ്യുതി നഷ്ടം സംഭവിച്ചു. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. നിരവധി വീടുകൾ തകർന്നു, മേൽക്കൂരകൾ അടക്കം പറന്നുപോയി എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നിരവധി കാറുകൾ കൊടുങ്കാറ്റിൽ കുടുങ്ങിക്കിടക്കുന്നതായും നിരവധി ആൾക്കാർ ഈ കൊടുങ്കാറ്റിൽ പെട്ടിട്ടുള്ളതായിട്ടുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അർക്കൻസാസ്, ഇല്ലിനോയ്സ്, ഇന്ത്യാന, മിസോറി, മിസിസിപ്പി എന്നിവിടങ്ങളിൽ ഡസൻ കണക്കിന് ടൊർണാഡോ കൊടുങ്കാറ്റ് മുന്നറിയിപ്പുകൾ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അടുത്ത 4 ദിവസങ്ങളിൽ തെക്ക് മിഡ് വെസ്റ്റ് എന്നിവിടങ്ങളിൽ 12 ഇഞ്ച് വരെ കനത്ത മഴയും വെള്ളപ്പൊക്കവും ഉണ്ടാകുമെന്ന് നാഷണൽ വെതർ സർവീസ് ഇപ്പോൾ അമേരിക്കയിൽ പ്രവചിച്ചിരിക്കുകയാണ്. പ്രദേശത്തിന്റെ 30 വർഷത്തെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത വലിയ പ്രകൃതി ദുരന്തമാണ് ഇപ്പോൾ ഉണ്ടായത് എന്നാണ് നാട്ടുകാർ പ്രധാനമായും പറയുന്നത്. ആർക്കാസാൻസിലെ ബെത്ത് വില്ലിൽ ഒരു ടൊർണാഡോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി നാഷണൽ വെതർ സർവീസിൽ പ്രവർത്തിക്കുന്ന കാലാവസ്ഥാ നിരീക്ഷകനായ ചെല്ലി അമീൻ പറഞ്ഞു. ടൊർണാഡോ 20,000 അടി ഉയരത്തിൽ പൊടിപടലങ്ങളോടെ വായുവിലേക്ക് പടരുകയാണ്. വൈകുന്നേരം അർക്കൻസാൻസിലെ ഹാരിസ്ബർഗിലും ഒരു ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചു. 22 കൗണ്ടികളിലും വ്യാപകമായ നാശനഷ്ടവും വെള്ളപ്പൊക്കവും ഉണ്ടായി. ഇത് വരുത്തിവെച്ച ചുഴലിക്കാറ്റിൽ 4 പേർക്ക് പരിക്കേറ്റു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബുധനാഴ്ച രാത്രി കെന്റക്കിയിലെ ജെഫേഴ്സൺ ടൗണിൽ ഒരു ചുഴലിക്കാറ്റ് അവിടെയും ആഞ്ഞടിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അമേരിക്ക അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കെന്റക്കിയിലെ ഒരു പള്ളിയിൽ ചുഴലിക്കാറ്റിന്റെ അവശിഷ്ടങ്ങൾ പതിച്ച് 4 പേർക്ക് പരിക്കേറ്റു. ഇന്ത്യാനയിലും ഒരു വെയർ ഹൗസിന്റെ ഒരു ഭാഗം തകർന്നു. മിസോറിയിലെ പൈലറ്റ് ഗ്രോവിൽ കൊടുങ്കാറ്റിൽ വൈദ്യുതി തൂണുകൾ നിലം പതിക്കുകയും അവ കാറിന്റെ പുറത്ത് വീഴുകയും തീപിടിക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. നെവാഡയിൽ നഗരത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലും രാവിലെ ഇടിമിന്നലിന്റെ പ്രകോപനങ്ങൾ അനുഭവപ്പെട്ടു. ഒക്ലഹോമയിൽ ഒവാസോ നഗരത്തിൽ ഒരു ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചു. നിരവധി വീടുകളുടെ മേൽക്കൂരകൾ പറന്നുപോയി. വൈദ്യുതി തൂണുകളും മരങ്ങളും നിലം പതിച്ചു എന്ന റിപ്പോർട്ടുകളും വരുന്നു. അർക്കൻസാസ്, മിസിസിപ്പി, മിസോറി, ഇല്ലിനോയ്സ്, കെന്റക്കി, ടെന്നസി എന്നിവിടങ്ങളിൽ 1 ലക്ഷം ആളുകൾക്ക് വൈദ്യുതി ഇല്ലാതെ ബുദ്ധിമുട്ടുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. ബുധനാഴ്ച രാത്രി ഇന്ത്യാനയിൽ ഒരു കൊടുങ്കാറ്റ് അവിടെയും ആഞ്ഞടിച്ചു. 1,82,000 ഉപഭോക്താക്കൾക്കാണ് അമേരിക്കയിൽ വൈദ്യുതി തടസ്സപ്പെട്ടത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇതിനിടയിൽ മിസിസിപ്പി, മിസോസിപ്പി, ഇല്ലിനോയ്സ്, കെന്റക്കി, ടെന്നസി എന്നിവിടങ്ങളിലെ ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലകളിൽ നിലവിൽ ഏകദേശം 2,50,000 ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്നു എന്നും പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നു. ഏറ്റവും ശക്തിയേറിയതായി കണക്കാക്കപ്പെടുന്ന F3 ടൊർണാഡോകളുടെ ആഘാതത്തിന് ഈ പ്രദേശങ്ങൾ വിധേയമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാകുന്നു. ഇന്ത്യാനയിലെ കനത്ത മഴയിൽ പല പ്രദേശങ്ങളും വെള്ളപ്പൊക്കത്തിൽ താഴ്ന്നു പോയിരിക്കുന്നു. കാറിന്റെ ജനാലകൾ വരെ വെള്ളപ്പൊക്കം ഉണ്ടായി, വെള്ളം ഉയർന്നു. ശനിയാഴ്ച വരെ ടെക്സസ്, മിസിസിപ്പി താഴ്വര, ഒഹായോ താഴ്വര എന്നിവിടങ്ങളിലും കനത്ത മഴ പെയ്യുമെന്ന് പ്രവചിക്കപ്പെടുന്നു. അടുത്ത 4 ദിവസം മിഡിൽ ടെന്നസിയിലും കനത്ത മഴ പെയ്യുമെന്ന് പ്രവചിക്കപ്പെടുന്നു. അടുത്ത 7 ദിവസത്തിനുള്ളിൽ വടക്ക് കിഴക്കൻ അർക്കാൻസാസ്, മിസോറി, പടിഞ്ഞാറൻ കെന്റക്കി എന്നിവിടങ്ങളിൽ 15 ഇഞ്ച് മഴ പെയ്യും. കെന്റക്കിയിലെയും ഇന്ത്യാനയിലും ചില പ്രദേശങ്ങളിൽ കടുത്ത വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നുമാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണം അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.